സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തൽത്താവൽഭാതി സാക്ഷാൽ ഒരു പവനപുരേ ഹന്തഭാഗ്യം ജനാനാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹരി. 99 ദശകങ്ങൾ ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് പൂർണ്ണമാക്കാൻ സാധിച്ചു. ഇനി 100ാമത്തെ ദശകമാണ്. അതിനെ നമുക്ക് ചെറുതായിട്ട് അതിൻ്റെ ഒരു മുഖവുര എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഒരു തപശ്ചര്യയായിട്ടാണ് ഈ നാരായണീയ സ്തോത്രത്തിനെ അനുഷ്ഠിച്ചത് അല്ലേ. അപ്പം അങ്ങനെ ആ അനുഷ്ഠിച്ചു പോകുന്ന ഭാഗവത പാരായണത്തിൻ്റെയും ഭഗവത് ചിന്തനത്തിൻ്റെയും പരിണാമമായിട്ടുള്ള ഈ ശ്രീനാരായണീയ രചനയെ 99 ദശകങ്ങളായിട്ട് പ്രകടമാക്കിയതിനാൽ ഭഗവാൻ അത്യന്തം പ്രസന്നനായിട്ട് ആ നിർവ്യാജ ഭക്തന് മേൽപ്പത്തൂരിന് തൻ്റെ അത്യന്തം കോമളവും ദിവ്യവുമായിട്ടുള്ള രൂപം ദർശിക്കാൻ അനുഗ്രഹിച്ചതിനാൽ 99ാം ദശകം പൂർത്തിയാക്കിയ രാത്രി ഭൂലോക വൈകുണ്ഠനാഥനായിട്ടുള്ള ആ ഗുരുവായൂരപ്പൻ ആ പുണ്യാത്മാവായിട്ടുള്ള മേൽപ്പത്തൂരിന് ദർശനം നൽകി അനുഗ്രഹീതനാക്കി പൂർണ്ണ ആരോഗ്യവാനായി. ഭഗവാന്റെ ദർശനം കിട്ടിയോടുകൂടി അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി. എന്നിട്ട് ആ മഹാത്മാവ് താൻ കണ്ട ആ അലൗകിക രൂപം, ഭഗവാന്റെ ദിവ്യ രൂപത്തിനെ അന്യഭക്തർക്കും ധ്യാനിച്ച് നിർവൃതി അടയാൻ വേണ്ടിയിട്ട് വർണ്ണിച്ചതാണ് ഈ 100ാമത്തെ ദശകം. ആ മഹാൻ ഭക്തകവി ആനന്ദാമൃതധാരയിൽ മുങ്ങി ഇപ്രകാരം വർണ്ണിച്ച് നാരായണീയത്തെ ഉപസംഹരിച്ചിരിക്കുകയാണ്. ആ ദിവ്യരചനയെ വ്യാഖ്യാനിക്കുന്നതൊന്നും നമ്മളെ മാതിരിയുള്ള സാധാരണക്കാർക്കൊന്നും സാധ്യമല്ല. പക്ഷെ നമ്മുടെ കഴിവിന്, നമ്മുടെ പാത്രതയ്ക്ക് അനുസരിച്ചിട്ട് അതിനെ പറ്റണ മാതിരി ഒന്ന് വർണ്ണിക്കാം എന്ന് മാത്രമാണ്. ആ ദിവ്യ ദർശനത്തിനെ എങ്ങനെയാണ് മേൽപ്പത്തൂര് ദർശിച്ചത് എന്നതിനെ നമ്മുടെ പാത്രത, നമ്മുടെ കഴിവ് എന്നനുസരിച്ച് നമുക്കും ഒന്ന് അറിയാൻ ശ്രമിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായ വലീലോഭനീയം പീയൂഷാപ്ലാവിതോഹം തദനു തതുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗേർ ആവീതം നാരദാദ്യൈ വിലസതുപനിഷൽ സുന്ദരീ മണ്ഡലൈശ്ച. നിബിഡതരകളായ വലീലോഭനീയം തേജ അഗ്രേ പശ്യാമി. എന്താണ് അഗ്രേ പശ്യാമി? എന്താണ് ഞാൻ മുന്നിൽ കാണുന്നത് എന്നാണ് മേൽപ്പത്തൂർ പറയണത്. നിബിഡതരകളായ വലീലോഭനീയ, ഏറ്റവും ഇടതൂർന്ന് നിൽക്കുന്ന കായാമ്പൂ. കായാമ്പൂവിൻ്റെ വലിയൊരു കാടൻ എന്ന് വിചാരിക്കാം. അങ്ങനെ ആ കായാമ്പൂക്കളുടെ ഒരു സമൂഹത്തിൻ്റെ മാതിരി, അതിന് തുല്യം മനോഹരമായിട്ടുള്ള ഒരു പ്രകാശമാണ് ഇതാ എൻ്റെ കണ്ണിന് മുൻപിൽ എനിക്ക് കാണപ്പെടുന്നത്. ആ പ്രകാശം എപ്രകാരമാണ്? അത് കണ്ടപ്പോൾ എന്താ എനിക്ക് അനുഭൂതി കിട്ടിയത്? അഹം പീയൂഷാപ്ലാവിത, ഞാൻ അമൃതത്തിൽ അങ്ങനെ അഭിഷേകം എൻ്റെ അനുഭവിച്ചു കഴിഞ്ഞു. അമൃതം കൊണ്ടുള്ള അഭിഷേകമാണ് നടന്ന മാതിരി എനിക്ക് അനുഭൂതി തോന്നുന്നത്. തദനു തതുദരേ താരുണ്യാരംഭരമ്യം. അതിനുശേഷം ആ തേജസ്സിൻ്റെ നടുവിൽ എന്താണ് മേൽപ്പത്തൂർ കാണുന്നത്? യൗവന ആരംഭം എന്ന് പറഞ്ഞാൽ താരുണ്യം, വളരെ കൈശോരാവസ്ഥ എന്ന് നമ്മൾ പറയാം അല്ലേ. ആ താരുണ്യത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ കിശോരാവസ്ഥ എന്ന് പറഞ്ഞെങ്കിൽ ടീനേജർ എന്നൊക്കെ നമ്മൾ പറയുന്നു. അങ്ങനെ ആ യൗവനാരംഭം കൊണ്ട് സുന്ദരവും പരമസുഖരസാസ്വാദ രോമാഞ്ചിതാംഗേ, പരമാനന്ദമാകുന്ന രസം ആസ്വദിച്ച് അങ്ങനെ ആ കോൾമയിൽ കൊണ്ട് സകല അവയവങ്ങളോടും കൂടിയ അവിടെ ആരൊക്കെയാണുള്ളത്? നാരദാദ്യൈ വിലസുതുമനിഷൽ സുന്ദരി മണ്ഡലയിച്ച. അവിടെ ശ്രീ നാരദരുണ്ട്, അതേമാതിരിയുള്ള വലിയ വലിയ ശുഗനെ മാതിരിയുള്ള വലിയ വലിയ മഹർഷിമാരുണ്ട്, മഹാത്മാക്കളായ മഹർഷിമാരുണ്ട്. പിന്നെയോ മിന്നിത്തിളങ്ങി നിൽക്കണ ആരാണ്? സുന്ദരി സമൂഹം. എന്നാൽ ഗോപികമാർ അവരാരാണ്? അവരെല്ലാവരും ആ ഉപനിഷത്തുകളുണ്ട്. ഉപനിഷത്തിൻ്റെ
സ്വരൂപം, ഉപനിഷത്തുകളെ സ്ത്രീ സ്വരൂപം, ഗോപി സ്വരൂപം പ്രാപിച്ചതാണ്. അവിടെ വന്നിട്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ആ മണ്ഡലെ, അവരുടെ ഒരു മണ്ഡലം, അവരുടെ സമൂഹം തന്നെ ആവേദം ദിവ്യ കൈശോരവേഷം അഗ്രേ പശ്യാമി. അങ്ങനെ ആ നാരദാദി മുനികളെ കൊണ്ടും ഗോപീസുന്ദരികളെ കൊണ്ടും ചുറ്റപ്പെട്ടതുമായിട്ടുള്ള ആ ദിവ്യമായിട്ടുള്ള കിശോരാകൃത എനിക്ക് മുന്നിൽ കാണപ്പെടുന്നു എന്നാണ് മേൽപ്പത്തൂര് പറയണത്. അപ്പൊ ഈ ആദ്യത്തെ ശ്ലോകം മേൽപ്പത്തൂര് സർവപ്രഥമമായിട്ട് ശ്രീകോവിലിനുള്ളിൽ കണ്ട ദൃശ്യത്തെയാണ് വർണ്ണിക്കുന്നത്. ഇന്ദ്രനീല പ്രഭയെ വെല്ലുന്ന അതിമനോഹരമായ അതിമഹത്തായ ഒരു പ്രകാശമാണ് ആദ്യം അദ്ദേഹത്തിന് ദൃശ്യമായത്. എന്താണ് ഈ നീലജ്യോതിസ്? ഈ നീലയെ പറ്റി നമുക്കൊന്ന് അറിഞ്ഞിരിക്കണമെന്നല്ലോ അല്ലേ? ഈ നീലജ്യോതിസ് എന്തിന്റെ നടുക്കിലാണ് ഭഗവാൻ അവിടെ പ്രകടമായത്? ഇത് ആദ്യത്തെ ഒന്നാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ നമുക്ക് മേൽപ്പത്തൂർ പറഞ്ഞു തന്നിട്ടുണ്ട്. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം എന്ന് തുടങ്ങുന്നതാണല്ലോ നാരായണീയം, ഇതിലെ ആദ്യത്തെ ശ്ലോകം. അപ്പൊ അത് തന്നെ എന്താണ്? ഭഗവാനെ ഏത് രൂപത്തിലാണ് മേൽപ്പത്തൂർ വർണ്ണിച്ചിട്ടുള്ളതില്? ജ്ഞാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സാന്ദ്രമായ ഒരു ധാരയായിട്ട്, പിന്നെ കാലദേശങ്ങൾക്ക് അതീതനായവനായിട്ടാണ്, മുക്തനായവനായിട്ടാണ് എന്നൊക്കെയല്ലേ നമുക്കതിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. ജ്ഞാന ഭക്തി യോഗങ്ങളെ നീല നിറമായിട്ടാണ് മഹാത്മാക്കളെ വർണ്ണിച്ച് കേട്ടിട്ടുള്ളത്. അത് മാത്രമല്ല, മുക്താവസ്ഥ, ഒരു മുക്താവസ്ഥയും നീല, നമ്മുടെ ധ്യാനത്തിലൊക്കെ ഇരിക്കുമ്പോൾ ആ നീല വർണ്ണ അത്രയും സമാധിയിലെത്തുന്നവർക്ക് കാണാൻ സാധിക്കുക. മുക്താവസ്ഥയും നീല ചൈതന്യമായി വർണ്ണിച്ചിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ നിർമുക്തനാണ്, നിത്യമുക്തനുമാണല്ലോ. പിന്നെ എല്ലാ അനുഭൂതികളെയും, എല്ലാ ഒരു ഭക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രേമമായിക്കോട്ടെ, വീരരസമായിക്കോട്ടെ, ഇതിനൊക്കെ ഓരോ നിറമായിട്ട് ഉപമിക്കാറുണ്ട് അല്ലേ? അപ്പോൾ വീരരസത്തിന് ചുവപ്പായി പറയാറുണ്ട്, ശാന്തിയെ വെള്ളയായി പറയാറുണ്ട്, പ്രേമത്തിനെ ഇളം ചുവപ്പ് അഥവാ റോസ് കളറായിട്ട് പറയാറുണ്ട്. അപ്പം ഇത് നീലെ ജ്ഞാനമായിട്ട് അല്ലെങ്കിൽ അനന്തത. അപ്പൊ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ കാലം അനന്തമാണ്, ഭഗവാന് കാലാതീതനാണ് ഭഗവാൻ അല്ലേ? സ്ഥലത്തിനോ കാലത്തിനോ ഭഗവാൻ അധീനനല്ല, അതീതനാണ്. ഇപ്പൊ കാലം അനന്തമാണ്. ആ അനന്തതയുടെ പ്രതീകം അഥവാ നിറം നീല എന്നതിന് നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല. ആകാശത്തേക്ക് നോക്കിയാൽ അറിയാം അനന്തത ഇവിടെ നീലയാണ് നമുക്ക് കാണുന്നത്. അതുമാതിരി സമുദ്രം ആയിക്കോട്ടെ, അത് അനന്തമാണ് അല്ലെ? സമുദ്രത്തിന്റെ അടിഭാഗം നമുക്ക് അളന്നെടുക്കാൻ സാധ്യമല്ല, പക്ഷെ അത് അനന്തമായ കാരണം നമുക്കത് നീലയായിട്ട് കാണുന്നു. അപ്പൊ ഭഗവാൻ ഇവിടെ ജ്ഞാനസ്വരൂപനും അനന്തമായിട്ടുള്ള ആ കാലത്തിന് അതീതനുമായതിനാൽ അതിനാണ് ഇന്ദ്രനീല പ്രഭയെ വെല്ലണ ജ്യോതിസ് പരന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അത് അങ്ങനെ ഉപമിച്ചത്, അല്ലെങ്കിൽ ഉപമിക്കല്ല, അത് സത്യത്തിൽ അവിടെ മേൽപ്പത്തൂർ കണ്ടതാണ്, ഭഗവാൻ കാണിച്ചു കൊടുത്താണ്. സാവധാനത്തില് ആ തേജോമണ്ഡലത്തിന്റെ മധ്യത്തില് കൈശോര യൗവന സന്ധി അഥവാ താരുണ്യത്തിന്റെ കാതലായിട്ടുള്ള അതിൻ്റെ ഒരു എന്താ പറയണ്ടത്, സത്തായിട്ടുള്ള ലാവണ്യസൈക സാരമായിട്ടുള്ള വേണുഗോപാല രൂപം തെളിഞ്ഞു കാണായി. ആ മനോഹരാകൃതിക്ക് ചുറ്റും ആനന്ദസാഗരത്തിൽ ആറാടിയ നാരദാദി മഹർഷിമാരും ഉപനിഷത് സ്വരൂപിണികളായിട്ടുള്ള ആ ഗോപസുന്ദരിമാരും ഭഗവത് സ്തുതി ചെയ്തുകൊണ്ട് അവിടെ കാണപ്പെട്ടു. ശ്രീമദ് ഭാഗവതം ഭക്തിയോഗ മഹത്വത്തിനെയാണല്ലോ നമുക്ക് ഉദ്ഘോഷിച്ചു തരുന്നത്, പറഞ്ഞു തരുന്നത്. അതിനാൽ ഭക്തിയോഗ ആചാര്യനായിട്ടുള്ള നാരദരും ഭക്തിയുടെ മൂർത്തിമ സ്വരൂപിണികളായിട്ടുള്ള ഗോപികമാരും ഈ സന്ദേശമാണ് പ്രഖ്യാപിക്കുന്നത്. കാരണം എല്ലാത്തിലും വെച്ചിട്ട് ഉത്തമം ഭക്തിയാണ്. അവര് ആ മഹർഷിമാരായിക്കോട്ടെ ഗോപികമാരായിക്കോട്ടെ അവര് ഭക്തിയുടെ മൂർത്തിമ സ്വരൂപിണികളാണ്. ഇത് ബൃഹസ്പതി ശിഷ്യനായിട്ടുള്ള ഉദ്ധവരും പറയണ്ടായി അല്ലേ? ആ ഗോപികമാരുടെ മഹത്വത്തിനെ പറ്റിയിട്ട് വന്ദേ നന്ദവ്രജ സ്ത്രീണാം പാദരേണും അഭിഷ്ണശ യാസാഹരികഥോദ്ഗീതം പുനാതിപോനത്രയമെന്ന് നമുക്ക് ഭാഗവതം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ശ്ലോകം. നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യാ രത്നോത്തം സാഭിരാമം വലയിതമുദയ ചന്ദ്രകൈ പിഞ്ചജാലൈ മന്ദാരസംനിവീതം തവ മൃദുകബരീഭാരമാലോകയേഹം സ്നിഗ്ധശ്വേതോർദ്രപുണ്ട്രാം അഭിചസുലിതാം ഫാലബാലേന്ദുവീതീം. നീലാഭം കുഞ്ചിതാഗ്രം ഘനം അമലധരം. ഇവിടെ ഭഗവാന്റെ
മുടിയെ കേശത്തിനെയാണ് വർണ്ണിക്കുന്നത്. അപ്പം നീല നിറം, നീലാഭയാണ് ഭഗവാന്റെ മുടി, ആ വണ്ടിൻ്റെ നിറം എന്ന് പറയാം അല്ലേ, തിളങ്ങണ തിളങ്ങണ നിറമാണ്. നീല നിറം പൂണ്ടതും അറ്റം ചുരുണ്ടിട്ടുള്ളതും ഘനം അമലതരം, ഇടതൂർന്നതും അതുമാതിരി അമലമാണ്, അത്യന്തം അഴുക്കേ ഇല്ല, അത്രയും നിർമ്മലമായിട്ടുള്ളതാണ് ഭഗവാന്റെ കേശം. ചാരുഭംഗിയ സംയുതം, അത് മനോഹരമായ തരത്തില് നല്ല ശില്പഭംഗിയോടുകൂടി കെട്ടിവെച്ചിട്ടുണ്ട്, ഒതുക്കി കെട്ടിവെച്ചിട്ടുണ്ട്. രത്നോത്തംസാഭിരാമം, രത്നം പതിച്ച ഭഗവാന്റെ കിരീടം, ശിരോഅലങ്കാരം അണിഞ്ഞിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഉദയചന്ദ്രകെ പിഞ്ചജാലേ വലയിതം. അപ്പം അങ്ങനെ ആ മുടിയില് കിരീടത്തുമ്പിൽ എന്താ ഉള്ളത്? മനോഹരമായിട്ടുള്ള കണ്ണുകളോടുകൂടി പീലി കണ്ണുകളുണ്ട്. ആ മയിൽപ്പീലികള് ധാരാളം നാലുപുറവും അങ്ങനെ കുത്തി നിർത്തിയിട്ടുണ്ട്. പിന്നെ മന്ദാര സംനിവീതം തവ മൃദു കബരീ ഭാരം അഹമാലോകയെ, അങ്ങയുടെ മുടിയിൽ എന്താണ്? മന്ദാര പൂമാല, മന്ദാര സ്നഗ്നിവീതം, മന്ദാര പൂമാല ചുറ്റിക്കെട്ടിയുണ്ട്. ആ തിരുമുടിമാലയിട്ട് മന്ദാരപ്പൂ കൊണ്ടുള്ള മാല ചുറ്റിക്കെട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ അങ്ങയുടെ ആ മുടിക്കെട്ട് ഇതാ എനിക്ക് കാണാൻ സാധിക്കുന്നു. അഹം ആലോകയതേ, എനിക്കിതാ കാണാൻ സാധിക്കുന്നു. അഭിജ, അത് മാത്രമല്ല പിന്നെന്താണ്? സ്നിഗ്ധ ശ്വേതോദ്ര പുണ്ട്രാം സുലളിതാം, ആ മിനുപ്പാർന്ന സ്നിഗ്ധമായിട്ടുള്ള വളരെ മൃദുലമായിട്ടുള്ള വെളുത്ത ഗോപിക്കുറി അണിഞ്ഞിട്ടുള്ളതും പിന്നെ സുലളിത അതിമനോഹരമായിട്ടുള്ളതുമായിട്ടുള്ള ഫാലബാലേന്ദുവീതി അഹം ആലോകയെ, ഫാലബാലേന്ദുവീതി, ഫാലത്തില്, ഫാലം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടത്തില് പഞ്ചമി ചന്ദ്രനോട് എന്നാൽ അത്രയും മനോഹരമായിട്ടുള്ള നെറ്റിയില് അതിന് ആ ചന്ദ്രൻ, പഞ്ചമി ചന്ദ്രനോട് തുല്യമായിട്ടുള്ള ഭഗവാന്റെ തിരുനെറ്റിത്തടത്തില് ആ ഗോപിക്കുറി അതാ എങ്ങനെ മിന്നണു എന്നാണ് മേൽപ്പത്തൂര് പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ ദശകം മുഴുവൻ ഭഗവാന്റെ പാദത്തിനെ വർണ്ണിക്കുകയാണ്. അപ്പൊ ഈ രണ്ടാമത്തെ ശ്ലോകം ഭഗവാന്റെ തിരുമുടിക്കെട്ടിനെയും ഗോപിക്കുറി ചാർത്തിയ തിരുനെറ്റിയും ആണ് വർണ്ണിക്കുന്നത്. അപ്പൊ ആ തിരുമുടി എങ്ങനെയാണ്? അറ്റം ചുരുണ്ട് ഇടതൂർന്ന് കരിവണ്ടിനെ പോലും നാണിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ കരിവണ്ടിന്റെ പോലും മനം കവരുന്ന കാർ കൂന്തൽ കോതി മിനുക്കി നല്ല ചന്തത്തിൽ നെറുകയിൽ ഒതുക്കി കെട്ടിവെച്ച് രത്നഖചിതമായ ശിരോഅലങ്കാരം അഥവാ കിരീടം, മിന്നിത്തിളങ്ങുന്ന നീലമയിൽ പീലികൾ എന്നിവയാൽ അലങ്കരിച്ച് മന്ദാരപ്പൂമാല തിരുമുടിമാലയായി ചാർത്തിയ മനോഹരമായ ആ കണ്ണന്റെ തിരുനെറ്റി പഞ്ചമി ചന്ദ്രനെ പോലും നാണിപ്പിക്കവേ ഗോപീചന്ദനത്തിനാൽ ചാർത്തിയ ഗോപിക്കുറി ആ ലലാട സുഷമയെ അത്യന്തം ആകർഷണീയമാക്കുന്നു. ഈ ദൃശ്യം എൻ്റെ കണ്ണുകളെ ഹേ ഭഗവാനെ അത്യന്തം അനുഗ്രഹീതമാക്കി എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത്. ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവ മൃദുലഹരി ചഞ്ചലഭ്രുവിലാസേർ ആനീലസ്നിഗ്ധഭസ്മാവലിപരിലസിതം നേത്രയുഗ്മം വിബോധേ സാന്ദ്രഛായം വിശാലാരുണകമലദളാകാരമാമുഗ്നതാരം കാരുണ്യാലോകലീല ശിശിരതഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ. പൂർണ്ണാനുകമ്പാർണോ മൃദുലഹരി ചഞ്ചല ഭ്രൂവിലാസൈ. പൂർണ്ണാനുകമ്പ, ഭഗവാൻ ആരാണ്? ദയാസിന്ധുവാണ്. ആ നിറഞ്ഞ ദയാസിന്ധുവിലെ ചെറിയ ചെറിയ തിരകളടിക്കാണോ എന്ന് തോന്നും. അങ്ങനെ ആ ഭ്രുവിലാസൈ, ഭഗവാന്റെ പുരികക്കൊടികള് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇളങ്ങുന്നുണ്ട്. എന്താണ്? ഭഗവാൻ വേണുഗാനം ചെയ്യുന്നുണ്ട് അല്ലേ, അതടുത്ത ശ്ലോകത്തിൽ നമുക്കറിയാം. അപ്പം അങ്ങനെ ആ ഇളകിക്കൊണ്ടിരിക്കുന്ന പുരികക്കൊടികളുടെ ഹൃദയം ആ നീല സ്നിഗ്ധ ഭസ്മാവലി പരിസ. അപ്പം അങ്ങനെ ആ മനോഹരമായിട്ടുള്ള കറുത്ത് മിനുത്ത തൂർന്ന ആ ഇമരോഗങ്ങളുണ്ട്. അപ്പം ഭഗവാന്റെ കൺമിഴികളുടെ ആ ഇമയെ പറ്റിയിട്ടാണ് പറയണത്. അത് അത്യന്തം അഴകാർന്നവയാണ്, ചായമാണ് അത്. കാന്തി പറഞ്ഞാൽ മനോഹാരിത മുറ്റിയവയാണ്. വിശാലാരുണ കമല ദളാകാരം എന്ന ഭഗവാന്റെ നേത്രങ്ങൾ എങ്ങനെയാണ്? നീണ്ടിടം വെട്ട ചെന്താമരപ്പൂവിൻ്റെ ഇതളിനെ പോലെ, അതിൻ്റെ വടി ആ എങ്ങനെയാണോ ചെന്താമരപ്പൂവിൻ്റെ ഇതളിൻ്റെ മനോഹാരിത അപ്രകാരമാണ്.
ആ മുഗ്നതാരം അതിമനോഹരമായിട്ടുള്ള ആ കൃഷ്ണമണികളോട് കൂടിയവയുമാണ് ഭഗവാന്റെ നേത്രങ്ങള്. അത് എപ്രകാരമാണ്? കാരുണ്യാലോക ലീലാശിശ്രിത ഭുവനം ശിശിരിത ഭുവനം തേ നേത്രയുഗ്മം. ആ കാരുണ്യ കടാക്ഷ വീക്ഷണങ്ങളാൽ ലോകത്തെ മുഴുവനും കുളിർപ്പിക്കുന്നവയാണ് അല്ലെ. ഭഗവാന്റെ ആ കടാക്ഷം കൊണ്ട് തന്നെയാണ് ഈ ലോകം ഇങ്ങനെ മനുഷ്യ ജീവിതത്തിന് അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റിയതായിട്ടുള്ള അല്ലെ. ഭഗവാൻ എപ്പോഴും കരുണയോട് കൂടിയാണ് എല്ലാറ്റിനും നിരീക്ഷിക്കുന്നത്. അങ്ങനെ ആ കുളിർപ്പിക്കുന്നവയാണ് തേ നേത്രങ്ങളുടെ ആ തൃക്കണ്ണിണ. അല്ലയോ വിഭോ, അല്ലയോ അന്തര്യാമിയും സർവശക്തനുമായിട്ടുള്ള ഗുരുവായൂരപ്പ, അനാഥേമായി ക്ഷിപ്യത. ആരുമില്ല എനിക്ക് ഭഗവാനെ, എന്നെ രക്ഷിക്കാൻ ആരുമില്ല, അങ്ങല്ലാണ്ട് എനിക്ക് ആരുമില്ല, ഞാനൊരു അനാഥനാണ്, എൻ്റെ മേലും ആ കൃപാകടാക്ഷം അങ്ങ് പതിപ്പിക്കണേ എന്നാണ് മേൽപ്പത്തൂർ ഭഗവാനോട് അപേക്ഷിക്കുന്നത്. ഈ മൂന്നാമത്തെ ശ്ലോകം എന്താണ് പറയണത്? ഭഗവാൻ സ്വയം കരുണാസമുദ്രമാണല്ലോ. വേണുഗോപാല രൂപമാണ് ഭട്ടതിരിക്ക് ദർശനീയമായത്. അതിനാൽ ആ മുരളീലോലൻ രാഗവിസ്താരത്തിൽ ലയിച്ചു നിൽക്കവേ പുരികക്കൊടികൾ അല്പാൽപ്പം ചലിക്കുന്നതിന് കരുണക്കടലിലെ തീരങ്ങളിൽ വന്ന് അനുഗ്രഹിക്കുന്ന കൊച്ചു കൊച്ചു തിരുമാലകളാണോ എന്ന് തോന്നിപ്പോവുകയാണ് മേൽപ്പത്തൂരിന്. കറുത്ത മിനുത്ത ഇടതൂർന്ന കൺപീലികളോട് കൂടിയ തിരുമിഴികൾ താമര ഇതളിനെ പോലെ സൗമ്യവും നിർമ്മലവും മാറി നീണ്ടതുമാണ്. ആ നീണ്ടിടംപെട്ട മിഴികളിലെ ചഞ്ചലമായ കറുത്ത കൃഷ്ണമണികൾ, അല്ലയോ അന്തര്യാമിയും സർവേശ്വരനുമായ ഗുരുവായൂരപ്പ, ഈ അഗതിയില് പതിപ്പിക്കണമേ. കാരണം എന്താണ്? ഭഗവാന്റെ ദൃഷ്ടിയിൽപ്പെട്ടാൽ പിന്നെ ഭക്തന് ഈ സംസാര സാഗരത്തിനെ തരണം ചെയ്യാൻ ഒരു പ്രയാസമില്ല അല്ലേ. ഭഗവാൻ ഒരു പ്രാവശ്യം നമ്മളെ കടാക്ഷിച്ചാൽ പിന്നെ ഈ ജനന മരണമായിട്ടുള്ള ഈ സംസാര സാഗരത്തിൽ നമുക്കാർക്കും മുങ്ങിപ്പൊങ്ങേണ്ടി വരില്ല. നാലാമത്തെ ശ്ലോകം. ഉത്തുംഗോലാസിനാസം ഹരിമണിമുകുര പ്രോലസൽ ഗണ്ഡപാളി വ്യാലോലൽ കർണപാശാഞ്ചിതമകരമണി കുണ്ടലദ്വന്ദ്വദീപ്രം ഉന്മീലദ്ദന്തപങ്ക്തിസ്ഫുരതരുണധരഛായ ബിംബാധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിതമധുരതരം വക്രം ഉദ്ഭാസതാം മേ. ഉത്തുംഗോല്ലാസിനാസം, ഭഗവാന്റെ നാസിക പ്രകാരമാണ്, ഉയർന്ന് ശോഭിക്കുന്ന നാസികയോടുകൂടിയവനാണ്. ഹരിമണി മുകുര പ്രോലസൽ ഗണ്ഡപാളി വ്യാലോലൻ കർണപാശാഞ്ചിത മകരമണി കുണ്ടലം ദ്വന്ദ് ദീപ്ര. ഭഗവാന്റെ കവിൾത്തടങ്ങൾ എങ്ങനെയാണ്? ഇന്ദ്രനീല കണ്ണാടി പോലെ മിന്നിത്തിളങ്ങണ കവിൾത്തടങ്ങളിൽ എന്താണ് ആടിക്കളിക്കുന്നത്? ഭഗവാന്റെ മനോഹരങ്ങളായിട്ടുള്ള കാതുകളിലെ ആ മകരകുണ്ടലങ്ങൾ, മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കുണ്ടലങ്ങള്, അത് ഭഗവാന്റെ മനോഹരമായ കാതുകളിൽ കിടന്ന് ഭഗവാൻ അങ്ങനെ വേണു വായിക്കുന്നതിനനുസരിച്ചിട്ട് ചെറിയ ചലനുണ്ട് ഭഗവാന്റെ, അതിനനുസരിച്ച് അതും പതുക്കെ പതുക്കെ ആടുന്നുണ്ട്. എന്നിട്ട് ആ മകരമത്സ്യത്തിൻ്റെ രൂപത്തിലുള്ള ആ കുണ്ടലങ്ങള്, അതിൻ്റെ പ്രതിബിംബം അങ്ങനെ ഭഗവാന്റെ കവിൾത്തടങ്ങളിൽ വരുന്നുണ്ട്. ഭഗവാന്റെ കവിൾത്തടങ്ങളിൽ ആ കുണ്ടലങ്ങൾ മെല്ലെ മെല്ലെ വന്ന് സ്പർശിക്കണുണ്ട്. അത്യന്തം മനോഹരമാണ്. പിന്നെയോ ഉന്മീല ദന്തമങ്ക്തി, ഭഗവാന്റെ ആ ദന്തനിരകള് അല്പാൽപ്പം കാണാനുണ്ട്. കാരണം ഭഗവാൻ ആ ഭക്തനോടുള്ള അത്രയും കരുണയും ഭഗവാൻ ആ ഭക്തനോട് മേൽപ്പത്തൂരിനോടുള്ള കരുണ മാത്രമല്ല, ആ ഭക്തനോടുള്ള സ്നേഹമുണ്ട് ഭഗവാൻ. അപ്പം ആ അല്പാൽപ്പം കാണാവുന്ന പല്ലിനിരകളോട് കൂടിയതും സ്ഫുരതരുണ തരഛായ ബിംബാധരാന്ത പ്രീതി പ്രസ്യന്തിത മന്ദസ്മിത മധുരതരം, മെല്ലെ മെല്ലെ ഇളകുന്നതും തൊണ്ടിപ്പഴം പോലെ ഏറ്റവും ചുകപ്പായതുമായുള്ള ആ ഭഗവാന്റെ അധരങ്ങളുടെ മധ്യത്തിലൂടെ പ്രസ്യന്തി മന്ദസ്മിത മധുരതരം, ആ അധരങ്ങളുടെ മധ്യത്തിലൂടെ പ്രീതിയാൽ തൻ്റെ ഭക്തനോട് ഭഗവാൻ അത്യന്തം പ്രീതനാണ്. ഇപ്പോൾ ആ പ്രീതി കാരണം, ആ ഭക്തവാത്സല്യം കാരണം
മന്ദഹാസം പൊഴിയുന്നുണ്ട് ഭഗവാന്. അപ്പം ആ മന്ദഹാസം പതുക്കെ പതുക്കെ ഭഗവാന്റെ അധരങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒഴുകിയിട്ട് തൻ്റെ ഭക്തന്റെ മേൽ പതിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും മാധുര്യമേറുന്നതുമായിട്ടുള്ള ആ ഭഗവാന്റെ ആ തിരുമുഖം തേ വക്ത്രം മേ ഉത്ഭാസതാം, അങ്ങയുടെ ആ തിരുമുഖം എനിക്ക് എന്നും എന്നും തെളിഞ്ഞു കാണുമാറാകണമേ. ഇപ്പം ദർശിക്കണ ഈ രൂപം, ഈ മുഖഭാവം, ഇതിനെ എനിക്ക് എന്നും എന്നും എൻ്റെ ധ്യാനത്തിൽ കാണാകണമേ എന്നാണ് മേൽപ്പത്തൂർ ഭഗവാനോട് പറയണത്. ശില്പഭംഗിയാർന്ന ഉയർന്ന നാസിക, ഇന്ദ്രനീല കണ്ണാടി എന്ന പോലെ മിന്നിത്തിളങ്ങുന്ന കവിളുകളിൽ ഭഗവാന്റെ കർണാഭരണങ്ങളായ മകരകുണ്ടലങ്ങളുടെ പ്രതിബിംബം ശോഭിക്കവേ കർണങ്ങളിൽ അണിഞ്ഞ കുണ്ടലങ്ങൾ മന്ദം മന്ദം ആടിയാടിയിട്ട് ഭഗവാന്റെ കവിളണകളുടെ സ്പർശനമേറ്റ ആനന്ദ നിർവൃതി അടയാണ് ഭഗവാന്റെ കുണ്ടലങ്ങൾ വരെ. അരുണാഭ പരത്തുന്ന അധര പല്ലവങ്ങളിൽ ചേർത്ത മുരളിക്ക് പിന്നിലായി അല്പാൽപമായി കാണാവുന്ന ദന്തനിരയെയും അധരദ്വന്ദ്ങ്ങൾ അല്ലെങ്കിൽ ആ ഭഗവാന്റെ ആ ചുണ്ടുകളെയും കവിഞ്ഞിട്ട്, അതിൻ്റെ പുറത്തേക്ക് കവിഞ്ഞിട്ട് ഭക്തനോടുള്ള പ്രീതിയാൽ പുറത്തേക്ക് ഒഴുകുന്ന മധുര മന്ദഹാസം തൂകുന്ന ഈ തിരുമുഖം എനിക്ക് എന്നും ധ്യാനത്തിൽ തെളിഞ്ഞു കാണുവാറാകണമേ ഭഗവാനെ എന്നാണ് മേൽപ്പത്തൂർ ഇവിടെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ബാഹുദ്വന്ദേന രത്നോജ്വല വലയഭൃതാ ശോണപാണി പ്രവാളേ നോപാത്താം വേണുനാളീം പ്രസദ നഖമയൂഖാങ്കുലീ സംഘശാരാ കൃത്വാ വക്രാരവിന്ദേ സുമധുര വികസദ്രാഗമുൽഭാവ്യമാനേ ശബ്ദബ്രഹ്മാമൃതേഷ്ടം ശിശിരിതഭുവനേ സിഞ്ചമേ കർണവീഥീം. രത്നോജ്വല വലയഭൃതാ ശോണപാണി പ്രവാളേ ബാഹുദ്വന്ദേന ഉപാക്താം. ഭഗവാന്റെ ആ കൈകളെ രത്നങ്ങൾ പതിച്ച് മിന്നിത്തിളങ്ങുന്ന വളകൾ അണിഞ്ഞിട്ടുണ്ട് ഭഗവാൻ തൻ്റെ കൈത്തണ്ടകളില്. ശോണപാണി പ്രവാളേന ബാഹുദ്വന്ദേന, ആ തുടുത്ത കൈത്തലങ്ങളാണ് ഭഗവാന്റെ. അതിലോ ആ കൈത്തളിരുകളിൽ ഭഗവാന്റെ ആ ബാഹുയുഗളങ്ങളിലെ കൈത്തണ്ടകൾ കൊണ്ട് ഭഗവാൻ ഉപാത്താം എന്തിനെ പിടിച്ചിരിക്കുന്നത്? വേണുവിനെ. പ്രസദ നഖമയൂഖാങ്കുലി സംഘശാരാം, നഖങ്ങളുടെ വ്യാപിക്കുന്ന വെളുത്ത കതിരുകൾ എന്ന് തോന്നും ആ ഭഗവാന്റെ നഖങ്ങളിൽ പതിച്ചിട്ട് അവിടുന്ന് പ്രസ്ഫുടമാവുന്ന അല്ലെങ്കിൽ പ്രസരിക്കണ ആ പ്രകാശരശ്മികളെ കണ്ടാൽ വെളുത്ത കതിരുകളാണ്, പ്രകാശക്കതിരുകളാണ് എന്ന് തോന്നും. അത്തരത്തിലുള്ള കൈവിരലുകളുടെ സമ്പർക്കത്താൽ സംഘശാരാം വേണുനാളി വക്രാരവിന്ദേ, നാനാവർണ്ണം ആയിട്ടുള്ള എന്താ പറയുക, ഭഗവാന്റെ ആ വേണുവിൽ പലതരത്തിലുള്ള രത്നങ്ങൾ ഒട്ടിച്ചിട്ടുണ്ട്. അത് കാരണം അതിന് നാനാ വർണ്ണങ്ങളുണ്ട്. അതിന് ആ നാനാ വർണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല, വർണ്ണങ്ങൾ മാത്രമല്ല അല്ലേ, ഭഗവാൻ പല വർണ്ണങ്ങളിൽ ആ ഓടക്കുഴൽ വിളിക്കുന്നുണ്ട്, പല പല രാഗങ്ങളിൽ. അപ്പം അങ്ങനെ ആ ഓടക്കുഴൽ വക്രാരവിന്ദേ, തൻ്റെ താമരപ്പൂമാതിരിയുള്ള ആ വക്രത്തിൽ അല്ലെങ്കിൽ തൻ്റെ അധരത്തിൽ ചേർത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ മുഖത്ത് ചേർത്ത് വെച്ചിട്ട് എന്ത് കൃത്വാ സുമധുര വികസത് രാഗം, ആ അധരങ്ങളിൽ ചേർത്ത് വെച്ചിട്ട് അതിമനോഹരമായിട്ടുള്ള അതിമധുരമായിട്ടുള്ള രാഗവിസ്താരത്തോടെ ഉദ്ഭാവ്യമാനേ ശിശിരഭുവനേ, അതിനെ ആ ഉത്ഭാവ്യമാനെ അതിനെ എങ്ങനെ പ്രകാശിപ്പിക്കുകയാണ്, ആ രാഗവിസ്താരം ചെയ്ത രാഗങ്ങളെ പ്രകാശിപ്പിക്കുകയാണ് ഭഗവാൻ. പിന്നെ ശിശിരിത ഭുവനെ, ലോകത്തെ മുഴുവനും കുളിർപ്പിക്കുകയാണ് ഭഗവാൻ. ഭഗവാന്റെ ആ രാഗം, ഭഗവാന്റെ ആ വേണുനാദം കൊണ്ടാണ് ഈ ലോകം മുഴുവന് കുളിർമയുള്ളതാവുന്നത്. എന്നാൽ സംസാര സാഗരത്തിൻ്റെ ചൂടിനെ അറിയാൻ പറ്റണില്ല ആ ഭക്തന്. അപ്പം അങ്ങനത്തെ ആ ശബ്ദബ്രഹ്മാമൃതത്വം മേ കർണവീതിയും സിഞ്ച, ആ നാദബ്രഹ്മ അമൃതങ്ങളാൽ ആ രാഗങ്ങളാൽ അല്ലയോ ഭഗവാനെ അടിയൻ്റെ ശ്രവണകുടത്തെ കുളിർപ്പിക്കണമേ. അടിയനും അത് അല്പം നേരം അല്ലെങ്കിൽ എന്നും എന്നും എനിക്കും കേൾക്കാനാവണേ ഭഗവാനെ എന്നാണ് ഭഗവാനോട് മേൽപ്പത്തൂർ പറയണത്. ഈ ശ്ലോകം കവി തനിക്കും ആ വേണുഗാനം കേൾക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അനേകം ദിവ്യരത്നങ്ങളാൽ ശോഭിക്കുന്ന വളകൾ ധരിച്ച കൈത്തണ്ടയും താമരപ്പൂവിനെ പോലെ തുടുത്ത് മിനുത്ത
കൈകളിലെ മനോഹരമായ വിരലുകളിലെ നഖങ്ങളിൽ നിന്ന് വ്യാപിക്കുന്ന കിരണങ്ങൾ ചന്ദ്രന്റെ കിരണങ്ങളെ പോലും ലജ്ജിപ്പിക്കവേ ആ കിരണങ്ങൾ തട്ടി അനേകം വർണ്ണങ്ങൾ പ്രതിബിംബിക്കുന്ന ഓടക്കുഴലിനെ തൻ്റെ മുഖകമലത്തിൽ ചേർത്ത് വെച്ച് അതിമധുര രാഗവിസ്താരത്താൽ ലോകത്തെ മുഴുവൻ ചൈതന്യവത്താക്കി കുളിരണിയിക്കുന്ന ആ നാദബ്രഹ്മം ഈ അഗതിയായിട്ടുള്ള അടിയനും അല്പാൽപമായി കേൾപ്പിക്കണേ, അടിയന്റെ കാതുകളെയും ആനന്ദിപ്പിക്കണേ എന്നാണ് മേൽപ്പത്തൂര് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. കാരണം ബ്രഹ്മാണ്ടങ്ങൾക്ക് മുഴുവനും ചൈതന്യവും താളലയങ്ങളും നൽകി ത്രിമൂർത്തികൾക്ക് പോലും സ്ഥിതി സംഹാരക്രിയ ചെയ്യാനുള്ള ഊർജവും ഉത്സാഹവും ഈ നാദതരംഗങ്ങളാണ് നൽകുന്നത് അല്ലേ. അത് തനിക്കും അല്പം കേൾക്കാൻ കഴിഞ്ഞാൽ വാതരോഗം മാത്രമല്ല, ഈ ഭവരോഗം പോലും തന്നെ വിട്ടുപിരിഞ്ഞ് താനും ഒരു ജീവൻ മുക്ത അവസ്ഥ നേടും എന്നാണ് മേൽപ്പത്തൂരിന്റെ അഭിപ്രായം. ഉത്സർപ്പ കസ്തുഭശ്രീതതിവിരരുണിതം കോമളം കണ്ഠദേശം ഭക്ഷ ശ്രീവത്സരമ്യം തരളതരസമുദ്ധി പ്രഹാര പ്രധാനം നാനാവർണ്ണ പ്രസൂനാവലികിസലൈനീം വന്യമാലാം വിലോലല്ലോലംബാലംബമാനാം ഉരസിതവദതാ ഭാവയേ രത്നമാലാം. ഉത്സർപ്പ കൗസ്തുഭശ്രീതതിഭി അരുണിതം കോമളം കണ്ഠദേശം. ഉത്സർപ്പ അങ്ങനെ ഭഗവാന്റെ ആ കൗസ്തുഭത്തിന്റെ പ്രഭ അതിങ്ങനെ 4 പാട് നന്നായിട്ട് ഇങ്ങനെ ഉയർന്ന് ഉത്സർപ്പ എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രകാശിക്കുകയാണ്. അതിൻ്റെ പ്രഭ ഇങ്ങനെ 4 ഭാഗത്തും പരക്കണ ആ കൗസ്തുഭമണിയുടെ കാന്തി നിരയാൽ അരുണിതം കോമളം കണ്ഠദേശം, ഭഗവാന്റെ കണ്ഠദേശം ചുവന്നതും മനോഹരവുമായിട്ട് ദർശിക്കാൻ സാധിക്കുകയാണ്. ആ ശ്രീവത്സത്തിനെ മനോഹരമാക്കാണ്. അത് പ്രതിബിംബിച്ചിട്ട് ഇപ്പൊ മനോഹരമായിട്ടുള്ള ആ ശ്രീവത്സം കൊണ്ടും സുന്ദരമായിട്ടുണ്ട്. പിന്നെ തരളതരസ മുദ്ദി പ്രഹാര പ്രധാനം വക്ഷ, ഇപ്പൊ നല്ല വണ്ണം ഇളകി മിന്നിത്തിളങ്ങുന്ന അനേകം മുത്തുമാലകളുണ്ട്. ഭഗവാന്റെ ശരീരം അല്പാൽപ്പം അനങ്ങുന്നുണ്ട് അല്ലെ വേണു ഗാനം നടത്തുമ്പോൾ. അപ്പൊ ആ എങ്ങനെയാണോ കുണ്ടലങ്ങൾ അല്പാൽപ്പം ആടിയിരുന്നത് അതേമാതിരി ഭഗവാന്റെ മുത്തുമാലകളും ആടുണ്ട്. അനേക രത്നമാലകളും മുത്തുമാലകളും ഒക്കെ ഭഗവാൻ ധരിച്ചിട്ടുണ്ട്. അപ്പൊ ആ മുത്തുമാലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ പതുക്കെ ഇങ്ങനെ ഇളകണുണ്ട്. ആ ഇളകണ മാലകളോട് കൂടിയിട്ടുള്ള തിരുമാറ് വക്ഷസ്ഥലത്തിനെ നാനാവർണ്ണ പ്രസൂനാവലി കിസലയിനീം വിലോലലംബാം, പല നിറത്തിലുള്ള, ഇനി വനമാലയെ പറ്റിയിട്ടാണ് പറയുന്നത്, പല നിറത്തിലുള്ള പൂക്കളും തളിരുകളും കലർന്നതും. വനമാല എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അല്ലെ. അനേകം വ്യത്യസ്ത രൂപത്തിലും നിറത്തിലുള്ള ആ പൂക്കളും തളിരുകളാണ് ഭഗവാൻ വനമാലയായിട്ട് കോർത്ത് ചേർത്ത് ഭഗവാന്റെ ആ മാറിടത്തിൽ ധരിപ്പിച്ചിരുന്ന ഗോപികമാരും ഗോപന്മാരും. അപ്പൊ അങ്ങനെ പല നിറത്തിലുള്ള പൂക്കളും തളിരുകളും കലർന്നതും പിന്നെ വിലോലല്ലോലംബാം തവ ഉരസിലംബമാനാം വന്യമാല, അതിൻ്റെ കൂടെ അതിൻ്റെ മനോഹരമായിട്ടുള്ള ആ മധുരമായിട്ടുള്ള അതിൻ്റെ മണം അല്ലെങ്കിൽ അതിലത്തെ ആ മധു നുകരാൻ വേണ്ടിയിട്ട് അനേകം വണ്ടുകൾ അവിടെ പാറി പറന്ന് നടക്കുന്നുണ്ട്. പുഷ്പങ്ങളിൽ ആകർഷകരാവും അല്ലേ ഈ വണ്ടുകളൊക്കെ ആകർഷകരാവും. അതുമാതിരി ഇവിടെയും ഭഗവാന്റെ വനമാലയിൽ, ഈ വനമാലയിലേക്ക് ആകർഷകരാകുന്ന വണ്ടുകൾ ആരാണ്? ഭക്തന്മാരാണ് അല്ലേ. ഭഗവാന്റെ ഋഷികളും മുനികളുമായിട്ടുള്ള അല്ലെങ്കിൽ അനേകം ഭക്തരാണ് അത്. അപ്പൊ അവരൊക്കെ എങ്ങനെ അത് വണ്ടുകളായിട്ടാണ് ഉപമിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവർ വണ്ട് സ്വരൂപത്തിലായിരിക്കാം. അപ്പൊ അങ്ങനെ അനേകം പാറിപ്പറക്കണ വണ്ടുകളോട് കൂടിയിട്ടുള്ള അങ്ങയുടെ ആ ഞാന്ന് കിടക്കണ വനമാല അങ്ങയുടെ തിരുനമാറിനെ വളരെയധികം മനോഹരമാക്കുന്നു. അഥവാ ഭഗവാന്റെ മാറിന്റെ സൗന്ദര്യം കാരണം ആ വനമാല കൂടുതൽ സുന്ദരമാകുന്നു. ആ വനമാലയും തഥാ രത്നമാലാം ഭാവയെ, ആ വനമാലയും അതുപോലെ രത്നമാലയെയും ഞാൻ ധ്യാനിക്കണു. എനിക്ക് എപ്പോഴും ധ്യാനത്തിൽ ഇതിന് ദർശനമാക്കണമേ ഭഗവാനെ എന്നാണ് മേൽപ്പത്തൂര് പറയണത്. അപ്പൊ ഭഗവാന്റെ അതിമനോഹരമായ ആ കണ്ഠത്തിനെ അലങ്കരിക്കണ കൗസ്തുഭമണിയുടെ അരുണാഭ തിരുമാറിലെ ശ്രീവത്സം എന്ന മറുകിന്റെ ശോഭയ്ക്ക് മാറ്റുകൂട്ടുന്നു. മന്ദം ഇളകിയാടുന്ന മുത്തുമാലകളുടെ തിളക്കത്തിനൊപ്പം രത്നമാലകളുടെ പ്രഭ ചേർന്ന് അലൗകിക വർണ്ണ പൊലിമ ചൊരിയവേ തിരുമാറിൽ ചാർത്തിയ വനമാല അതിലെ നാനാവർണ്ണത്തിലുള്ള പൂക്കളുടെ
പൂക്കളുടെയും തളിരുകളുടെയും സുഗന്ധമാതിരിയിൽ ആകൃഷ്ടരായി പാറിപ്പറന്ന് ആഹ്ലാദിക്കുന്ന വണ്ടുകളോടുകൂടി മുട്ടൊപ്പം ഞാന്ന് കിടന്ന് ഭക്തരെ ആനന്ദിപ്പിക്കുന്ന ഈ രൂപം എനിക്കെന്നും ധ്യാനത്തില് കാണുമാറാകണമേ ഭഗവാനെ എന്നാണ് മേൽപ്പത്തൂര് പറയണത്. അംഗേ പഞ്ചാംഗരാഗൈ അതിശ വികസ സൗരഭാകൃഷ്ടലോകം ലീനാനേകത്രിലോകി വിദതിം അഭികൃശാം ബിഭ്രതം മധ്യവല്ലീം ശക്രാസ്മന്യസ്തപത്തോജ്വലകനകനിഭം പീതചേലം ദധാനം ധ്യായാമോദി പ്രരശ്മി സ്ഫുടമണിരശന കിങ്ങിണീ മണ്ഡിതം ത്വാം. അങ്കേ പഞ്ചാംഗരാഗൈ, ഭഗവാന്റെ തിരുമേനിയില് എന്താണ് ചാർത്തിയിട്ടുള്ളത്? അംഗരാഗം. അംഗരാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? 5 തരത്തിലുള്ള കുറിക്കൂട്ടുകൾ. അപ്പൊ 5 സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തുണ്ടാക്കിയിട്ട് എന്താണ് ഈ 5 തരം സുഗന്ധദ്രവ്യങ്ങള്? കുങ്കുമം, അകില്, കസ്തൂരി, ഗോരോചനം, ഹരിചന്ദനം. ഇതാണ് ഈ 5 തരത്തിലുള്ള കുറിക്കൂട്ടുകൾ. ഇത് ചേർത്തിട്ടാണ് ആ ഭഗവാന്റെ തിരുമേയിൽ ചാർത്താനുള്ള അംഗരാഗം ഉണ്ടാക്കിയിരുന്നത്. ആ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തുണ്ടാക്കിയ കുറിക്കൂട്ട് അഥവാ കളവ നിമിത്തം അതിശയ വികസൗ സൗരഭാകൃഷ്ടലോകം, എങ്ങും പരക്കുന്ന സുഗന്ധം കൊണ്ട് ആകൃഷ്ടരായിട്ടുള്ള എല്ലാ ജനങ്ങളെയും ആകർഷിക്കുന്നവനും ലീനാനേകത്രിലോകി വിതതിം അഭികൃശാം, ആ ബ്രഹ്മാണ്ടങ്ങൾ ലയിച്ചു കിടക്കുന്നതാണ് ഭഗവാന്റെ ആ ഉദരം അല്ലെങ്കിൽ അരക്കെട്ട് അല്ലേ. അങ്ങനെ അനേകം ബ്രഹ്മാണ്ടങ്ങൾ ലയിച്ചു കിടക്കുന്നതാണെങ്കിലും വളരെ ചെറിയ അരക്കെട്ടാണ് ഭഗവാന്റെ. വളരെ ചെറുതായിരിക്കുന്ന കൃശമായിട്ടുള്ള ആ അരക്കെട്ടിനെ, മധ്യവല്ലിയും അരക്കെട്ടിനെ ബിഭ്രതം ശക്രസ്മന്യസ്തപസ്തോ ജ്വലകനകനിഭം പീതചേലം ദദാനം. ആ അരക്കെട്ടിനെ എന്താണ് അലങ്കരിക്കുന്നത്? ആ ഇന്ദ്രനീലക്കല്ലിൽ പതിച്ച ആ സ്വർണ്ണ, കാച്ചിത്തെളിഞ്ഞ സ്വർണം, അത് പറഞ്ഞാൽ തനിത്തങ്കം പോലുള്ള ആ മഞ്ഞപ്പട്ട്. ഭഗവാന്റെ മഞ്ഞപ്പട്ടിനെ ഒരു വസ്തു കൊണ്ട് നമുക്ക് ഉപമിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എന്തെങ്കിലും ഒരു ഉപമ പറഞ്ഞേ പറ്റൂ. അത് കാരണം നമുക്ക് അങ്ങനെ പറയണം. അപ്പൊ അത്രയും അത് ആ തനിത്തങ്കത്തിൻ്റെ ആ നിറം കൊണ്ടിട്ടുള്ള മഞ്ഞപ്പട്ട് ചാർത്തിയിട്ടുണ്ട് ഭഗവാൻ തൻ്റെ കൃശമായ അരക്കെട്ടില്. ദീപ്തരശ്മി സ്ഫുരമണി രശനാ കിങ്ങിണി മണ്ഡിതം ത്വാം ധ്യായാമേ. പിന്നെ അതിൻ്റെ മുകളിൽ എന്താ ചാർത്തിയിട്ടുള്ള? നിറകതിരുകളോടെ മിന്നിത്തിളങ്ങുന്ന രത്നങ്ങൾ പതിച്ച. കാരണം അതേമാതിരി ഭഗവാന്റെ അരയിൽ ചാർത്തിയിട്ടുള്ള ആ കിങ്ങിണികൾ അഥവാ അരഞ്ഞാണത്തുമ്പിലെ അനേകം ദിവ്യമായ രത്നങ്ങൾ ചാർത്തിയിട്ടുണ്ട് അതുപോലെ, അല്ലെങ്കിൽ ആ ദിവ്യമായ രത്നങ്ങളോട് കൂടിയിട്ടുള്ള ആ അരഞ്ഞാണാണ് ഭഗവാൻ ധരിച്ചിട്ടുള്ള. അതിന് കിങ്ങിണികളുണ്ട്. ആ അരഞ്ഞാണവും കിങ്ങിണിയും ധരിച്ചവനും ആയിട്ടുള്ള അങ്ങയെ ഞാൻ എപ്പോഴും ധ്യാനിക്കണോ ഭഗവാനെ, ആ രൂപം എനിക്ക് എപ്പോഴും ധ്യാനത്തിൽ കാണാകണമേ എന്നാണ് മേൽപ്പത്തൂര് പറയണത്. അപ്പൊ തിരുമയിൽ അണിഞ്ഞ കുറിക്കോട്ടിൻ്റെ അഥവാ ചന്ദനം, കസ്തൂരി, കുങ്കുമം, ഗോരോചനം, അകിൽ എന്നീ സുഗന്ധദ്രവ്യങ്ങളുടെ സൗരഭ്യം സർവരെയും ആകർഷിക്കവേ അനേകം ബ്രഹ്മാണ്ടങ്ങൾ ലയിച്ചു കിടക്കുന്നതാണ്. എങ്കിലും വളരെ ഒതുങ്ങിയ അരക്കെട്ടിൽ അണിഞ്ഞ പീതാംബരത്തിന് മുകളിൽ ചാർത്തിയ തനിത്തങ്കത്തിൻ്റെ ഇന്ദ്രനീലക്കല്ലുകൾ പതിച്ച അരഞ്ഞാണത്തിൻ്റെ പ്രഭയും കിങ്ങിണികളുടെ ശോഭയും എൻ്റെ മനസ്സിൽ എപ്പോഴും തെളിയണമേ എന്നാണ് ഭഗവാനോട് 7ാമത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് അപേക്ഷിക്കുന്നത്. ഓരോ ചാരോ തവോരു ഘനമസൃണരുചോ ചിത്തചോരൗരമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുപൗ പീതചേലാവൃതാംഗൗ ആ നമ്രാണാം പുരസ്ഥാനസനധൃത സമസ്താർത്ഥപാളീ സമുൽഗ ഛായം ജാനുദ്വയം ച ക്രമമൃദുലമനോജ്ഞേ ജംഘേ നിഷേവേ. ഓരോ ചാരു ഘനമസൃണരുചൗ, ഭഗവാന്റെ ഒരു എന്ന് പറഞ്ഞാൽ ആ തൊടകൾ, മനോഹരമായ തൊടകൾ. അതെങ്ങനെയാണ്? അത് മനോഹരവുമാണ്, നല്ല പുഷ്ടിയോട് കൂടിയതുമാണ്. നല്ല പുഷ്ടിപ്പുള്ള
മനോഹരമായിട്ടുള്ള തുടകളും ഘനമസുണ രുചൗരമായ ചിത്തച്ചോരം, അത് കനത്ത മിനുത്ത കാന്തിയാർന്നു, അത് വളരെ ശ്യാമസുന്ദരമാണ്, നല്ല കാന്തിയോട് കൂടിയതാണ്. രമായ ചിത്തച്ചോരോ വിശ്വക്ഷോഭം വിശങ്ക്യ, ആ ശ്രീ ഭഗവതിയുടെ മനം കവരുന്നവയുമാണ്. ആ അത്രയും മനോഹരമായിട്ടുള്ള തുടകളെ ഭഗവാൻ ഒളിച്ചു വെച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നത്. വിശ്വക്ഷോഭം വിശങ്ക്യ, ഇപ്പം ലോകത്തിന് ഭഗവാന്റെ തുടകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിന് തന്നെ ക്ഷോഭമാവും, മനസ്സിന് ക്ഷോഭം സംഭവിക്കും എന്ന് വിചാരിച്ചിട്ട് ആണോ ഭഗവാനെ എന്ന് ശങ്കിച്ചിട്ടെന്ന പോലെ ആ നിശം പീതച്ചേലാവൃതാംഗവും, അത് എപ്പോഴും ആ തുടകളെ ഭഗവാൻ എപ്പോഴും മഞ്ഞപ്പെട്ടുകൊണ്ട് മൂടിയിട്ട് അങ്ങനെ സൂക്ഷിക്കുകയാണ്. തവ ഉഭൗ ഊരു ആ നമ്രാണാം പുരസ്താൻ നസന ധൃത സമസ്ഥാർത്ഥ പാളി സമുൽഗച്ഛായം. അപ്പം അങ്ങനെ, പക്ഷെ എന്താണ് അത് എത്ര ഭഗവാൻ ഒളിച്ച് സൂക്ഷിച്ച് വെച്ചാലും മഞ്ഞപ്പട്ടോണ്ട് മൂടി വെച്ചാലും ഭഗവാന്റെ ഇരു തുടകളെയും ഭഗവാൻ ആർക്കാ കാണിച്ചു കൊടുക്കുക? അതിൽ കാരണം എന്താണ്? അത് ഐശ്വര്യപൂർണമാണ്. അപ്പം അത് ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കണ ഭക്തന്മാരുടെ മുമ്പിൽ വെക്കാനായിട്ട് എല്ലാ അഭീഷ്ട വസ്തുക്കളും ആ നമ്രാണാം പുരസ്താൻ നസന ധൃത സമസ്ഥാർത്ഥ പാളി സമുൽഗച്ഛായം, അപ്പം എല്ലാ അഭീഷ്ട വസ്തുക്കളും ഇങ്ങനെ അതിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആ ഭഗവാന്റെ കാൽമുട്ടിലെ എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അഭീഷ്ട വരദാനങ്ങളെല്ലാം. അത്തരത്തിലൊരു മണിച്ചെപ്പുകളാണോ എന്ന് തോന്നും വണ്ണം ഭഗവാന്റെ മുട്ടുകൾ അങ്ങനെ മിന്നിത്തിളങ്ങാണ്. ജാനുദ്വയം ച, ഇരുകാൽ മുട്ടുകളെയും ക്രമമൃദുല മനോജ്ഞേ ജംഗേജ നിഷേവേ, ക്രമത്തിൽ മേൽപോട്ട് വണ്ണം കൂടി, അത് കാൽവണ്ണം കൂടുതൽ ആ ഞെരിയാണ്ട് അവിടുന്ന് കൂടുതൽ ഇങ്ങനെ പതുക്കെ പതുക്കെ വണ്ണം കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ആ കാൽവണ്ണകളും കാണാൻ എനിക്ക് ആ കണങ്കാലുകളെയും എനിക്കിതാ വഴിപോലെ കാണാൻ സാധിക്കണു, അവയെ ഞാൻ നന്നായി ഭജിക്കണു എന്നാണ് മേൽപ്പത്തൂര് പറയണത്. ഈ 8ാം ശ്ലോകം ഭഗവാന്റെ തൃത്തുടകളെയും കണങ്കാലുകളെയാണ് വർണ്ണിക്കുന്നത്. അപ്പൊ ശ്രീ ഭഗവതിയുടെ പോലും മനം കവരുന്ന ആ ഒരു പ്രദേശത്തിന്റെ അഥവാ തുടകളുടെ മനോഹാരിത ലോകത്തിന്റെ മനസ്സിന് വല്ലാതെ ക്ഷോഭിപ്പിച്ചേക്കുമോ എന്ന് ശങ്കിച്ചാണോ തൻ്റെ കാർമേഘ ചവിയാർന്ന കൊഴുത്തു മിനുത്ത തൃത്തുടകളെ സദാ മഞ്ഞപ്പട്ടാൽ മറച്ചിരിക്കുന്നത് എന്ന് ഭക്തൻ ഭഗവാനോട് ഒരു സംശയം ചോദിക്കുകയാണ്. പക്ഷേ തൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്ന ഭക്തർക്കായിട്ട് യാതൊരു വിശുക്കും കാട്ടാതെ സകല അഭീഷ്ട വസ്തുക്കളും സൂക്ഷിച്ചു വെച്ച 2 മണിച്ചെപ്പുകളല്ലേ ഭഗവാനെ അവിടുത്തെ മിന്നിത്തിളങ്ങുന്ന കാൽമുട്ടുകൾ എന്നാണ് മേൽപ്പത്തൂര് ചോദിക്കുന്നത്. ഈ കാര്യം നമുക്ക് ആദ്യത്തെ ദശകത്തിൽ തന്നെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? 8ാമത്തെ ശ്ലോകത്തിൽ നമ്രാണാം സന്നിധത്തെ എന്നുള്ള ആ ശ്ലോകത്തിൽ ഇതിനെ മേൽപ്പത്തൂര് ആദ്യമേ നമുക്ക് പറഞ്ഞതുകൊണ്ട് ആരാണോ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുന്ന അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു കൊടുക്കും. അപ്പം നെരിയാണി മേലോട്ട് ക്രമത്തിൽ പുഷ്ടമായ ശില്പഭംഗിയോട് കൂടിയിട്ടുള്ള കണങ്കാലുകളെയും ഞാൻ എന്നും ഭജിക്കുമാറാവേണമേ ഭഗവാനെ എന്നാണ് മേൽപ്പത്തൂര് ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത്. മഞ്ജീരം മഞ്ജുനാദേ ഇവ പദവചനം ശ്രേയൈത്യാലപന്തം പാദാഗ്രം ഭ്രാന്തി മഞ്ജത് പ്രണത ജനമനോ മന്ദരോദ്ധാരകൂർമ്മം ഉത്തുംഗാതാമ്രരാജന്നഖരഹി മകരജ്യോത്സ്നയാ ചാശ്രിതാനാം സന്താപദ്വാന്തഹന്ത്രീം തതിമനുകലയേ മംഗലാം അങ്കുലീനാം. പദഭജനം ശ്രേയയിതി മഞ്ജുനാദേ ആലബന്ധം ഇവ മഞ്ജീരം. അപ്പൊ തൃപ്പാദഭജനം നന്മയുളവാക്കുന്നതാണ്. എത്രമാത്രം മനുഷ്യരാശിക്ക് ഭഗവാന്റെ പാദങ്ങളെ ഭഗവാന്റെ തൃപ്പാദങ്ങളെ ഭജിക്കുന്നത് അത്യാവശ്യമാണ് എന്ന് മഞ്ജുനാദേ മധുരമായ ധ്വനികളാൽ ആരാ നമുക്ക് പറഞ്ഞു തരുന്നത്? ഭഗവാന്റെ മഞ്ജീരങ്ങൾ അഥവാ ഭഗവാന്റെ കാൽ ചിലമ്പ്. അപ്പൊ ഈ മധുരധ്വനിയാൽ ഭഗവാന്റെ പാദവചനം ചെയ്യൂ എന്നിങ്ങനെ ഭക്തരോട് അല്ലെങ്കിൽ മനുഷ്യരാശിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കാൽ ചിലമ്പിനെ ആ പാദസരങ്ങളെ ഞാൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഭ്രാന്തി മഞ്ചൽ പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം. പിന്നെയോ ആ ഭഗവാന്റെ മേലടി കാലിൻ്റെ പുറമടിയെ പറ്റിയിട്ടാണ് പറയണത്. അപ്പം മായയിൽ ഭ്രാന്തി മഞ്ചൽ, ഭ്രാന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മായയിൽ മുങ്ങിത്താണ് പോണ ഭക്തഹൃദയമാകുന്ന മന്ദരപർവ്വതത്തിനെ പൊക്കിയെടുക്കണ ഒരു ആമ, കൂർമ്മം. ഭഗവാനല്ലേ ഈ ഭൂമിയെ പാൽക്കടലൊക്കെ
കലക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ കടയുന്ന സമയത്ത് ഈ രക്ഷിച്ചത് ഭഗവാനാണ് അല്ലേ. അപ്പൊ ആ മന്ദരപർവ്വതത്തിനെ പൊക്കിയെടുത്ത ആമയായിട്ടുള്ള പാദാഗ്രം പുറവടിയെയും ഒത്തുങ്ക താമ്രരാജൻ അഖരഹി ഹിമകര ജ്യോത്സ്നയ. ഇപ്പൊ നടു ഉയർന്ന് മെല്ലെ തുടുത്ത് മിന്നുന്ന നഖങ്ങളാകുന്ന ചന്ദ്രബിംബങ്ങളുടെ തൂനിലാവിനാൽ ആശ്രിതാന സന്താപദ്വാന്തഹന്ത്രി. ആശ്രിതരുടെ എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ സന്താപദ്വാന്തഹന്ത്രി ദുഃഖ അന്ധകാരം, ദുഃഖസാഗരത്തിനെ തന്നെ അല്ലെങ്കിൽ ദുഃഖ അന്ധകാരത്തിനെ തന്നെ നശിപ്പിച്ചു കളയുന്നതും മംഗലാം അങ്കുലീനാം മംഗളത്തെ നൽകുന്നതുമായിട്ടുള്ള ആ കാൽവിരലുകൾ മംഗളാം അങ്കുലീനാം തതിം ച അനുകലയെ, ആ വിരലുകളുടെ നിരയെയും ഞാനിതാ ധ്യാനിക്കണു എന്നാണ്. കാലിൻ്റെ പുറവടിയെയും ആ മനോഹരമായിട്ടുള്ള വിരലുകളെയാണ് ഇവിടെ മേൽപ്പത്തൂര് വർണ്ണിക്കുന്നത്. ഈ ശ്ലോകത്തിലെ തൃപ്പാദവചനം എത്രമാത്രം ശ്രേയസ്കരമാണ് എന്ന് തൻ്റെ മധുരധ്വനികളാൽ വിളിച്ചു പറയുന്ന ആ തൃക്കാലിലെ പാദസരങ്ങളെയാണ് മേൽപ്പത്തൂര് പുകഴ്ത്തുന്നത്. പാദസരം ആരും കാര്യമായിട്ട് ശ്രദ്ധിക്കാറൊന്നുമില്ല അല്ലെ. അപ്പം അങ്ങനെ ആരും കാര്യമായി ശ്രദ്ധിക്കാതെയും വലിയ ആർഭാടങ്ങളും ഒന്നുമില്ലാത്ത ഒരു സാധാരണമായിട്ടുള്ള ആഭരണമാണ് ഈ പാദസരം. പക്ഷെ അതിനും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ആശ്രയം ലഭിച്ചതിനാൽ എല്ലാവരും വന്ദിക്കാനും ദേവന്മാർ പോലും പുകഴ്ത്താനും കൂടി അതിനെ ആ പാദസരത്തിനെ പുകഴ്ത്താൻ ഇടയായി. അപ്പം എപ്രകാരമാണ് ഒരു സാധാരണ മെതിയടിയെ ആരെങ്കിലും ഗവനിക്കാറുണ്ടോ? ആരും ഗവനിക്കാറില്ല. പക്ഷേ ശ്രീരാമപാദങ്ങളിൽ ആശ്രയം ലഭിച്ചതിനാൽ ഭരതൻ തൻ്റെ ശിരസിൽ വെച്ച് ആദരിച്ചു കൊണ്ടുപോയി സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ച അതെന്തായിരുന്നു? ഭഗവാന്റെ തൃപ്പാദങ്ങളെയാണ് ആ മെതിയടി ആശ്രയിച്ചത്. അതേമാതിരി ഇവിടെ ഭഗവാന്റെ തൃപ്പാദങ്ങളെ ആശ്രയം അല്ലെങ്കിൽ ശരണം പ്രാപിക്കാൻ ഒരു പാദസരം പോലും പ്രേരിപ്പിക്കവേ ഓരോ ഭക്തന്റെയും കടമ അന്യരെയും ഭക്തിയിലേക്കും ഭഗവാനിലേക്കും ആകർഷിക്കുക എന്നല്ലേ എന്ന് ആ പാദസരം വിളിച്ചു പറയുകയാണോ എന്ന് നമുക്ക് തോന്നും. അപ്രകാരം തന്നെ മായയുടെ മായാജാലത്തിൽപ്പെട്ട വിഷസാഗരത്തിൽ മുങ്ങിപ്പോകാതെ ഭക്തഹൃദയത്തെ പൊക്കി നിർത്താനാണ് എന്ന പോലെ ഭഗവാന്റെ കാൽപുറവടി നടുഭാഗം അല്പം പൊന്തി കൂർമ്മ അവതാരത്തെ ഓർമ്മിപ്പിക്കുന്നു. മിനുത്തു തുടുത്ത കാൽവിരലുകളും അവയിലെ നഖചന്ദ്രദ്യുതിയും ആശ്രിതരുടെ ദുഃഖ അന്ധകാരത്തെ ഉന്മൂലനാശം ചെയ്ത് സർവമംഗളങ്ങളും പ്രദാനം ചെയ്യുന്നു. ഇനി 10ാമത്തെ ശ്ലോകം. യോഗീന്ദ്രാണാദംഗേഷു അധികസുമധുരം മുക്തിഭാജാനിവാസോ ഭക്താനാം കാമവർഷദ്ദുരിസലയം നാഥത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ. യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം. മഹായോഗികൾ യോഗീന്ദ്രന്മാരായിട്ടുള്ളവര് തദംഗേഷു അങ്ങയുടെ അവയവങ്ങളിൽ വെച്ചിട്ട് ഏത് അവയവത്തിനെയാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുക എന്നാണ് മേൽപ്പത്തൂര് പറഞ്ഞു തരുന്നത്. അധിക സുമധുരം മുക്തിഭാജ നിവാസ, അവർക്ക് ഏറ്റവും മധുരമേറുന്നത് ഏറ്റവും പ്രിയങ്കരമായതും മോക്ഷം പ്രാപിച്ചവരുടെ നിവാസ സ്ഥാനവുമായിട്ടുള്ള ഭക്താനാകാമവർഷദുരിസലയം തേ പാദമൂലം, ഭക്തന്മാർക്ക് എല്ലാവിധ അഭീഷ്ടങ്ങളും കോരിച്ചൊരിയുന്ന കൽപ്പവൃക്ഷത്തിന്റെ തളിരുമായിട്ടുള്ള ഭഗവാന്റെ തൃക്കാൽ, ആ ഉള്ളനടി അല്ലേ. ഭഗവാൻ നമ്മൾ എല്ലാവരുടെയും കാലല്ലേ തൊട്ട് വന്ദിക്കുക അല്ലേ. ശരീരത്തിന്റെ ബാക്കി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശിരസ്സാണ്, മുഖമാണ് അല്ലേ. അവിടെ നിന്നും നമ്മൾ തൊട്ട് വന്ദിക്കാറില്ല. എപ്പോഴെവിടെ ഭഗവാന്റെ ആണെങ്കിലും നമ്മുടെ പൂർവികർ ആരെയാണെങ്കിലും നമ്മൾ കാലാ തൊട്ട് വന്ദിക്കാം. ഇവിടെ ഭഗവാന്റെ ഉള്ളൻ കാലടിയാണ് വർണ്ണിക്കുന്നത്. എല്ലാ അഭീഷ്ടങ്ങളും ഭഗവാന്റെ ആ കാൽപാദത്തിനെ ആശ്രയിക്കുന്നവർക്ക് ഭഗവാൻ കോരിച്ചൊരിഞ്ഞു കൊടുക്കണ ഒരു കൽപ്പവൃക്ഷത്തിന്റെ തളിരായിട്ടാണ് മേൽപ്പത്തൂര് ഭഗവാന്റെ ആ ഉള്ളംകാലടിയെ ഇവിടെ വർണ്ണിക്കുന്നത്. നിത്യം മേ ചിത്തസ്ഥിതം, എൻ്റെ മനസ്സിൽ എന്നും ആ
കാൽപാദങ്ങളെ അല്ലെങ്കിൽ ആ ഭഗവത് തൃപ്പാദങ്ങളെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ അമർന്നിരിക്കണേ, ചിത്തസ്ഥിതം, അവിടുന്ന് അനങ്ങരുതേ എന്നാണ് പറയുന്നത്. കാരണം അതിനെന്താണ്? ഹേ നാഥ പവനപുരപതി, അല്ലയോ ലോകരക്ഷകനായിട്ടുള്ള ഗുരുവായൂരപ്പ കൃഷ്ണ, ഹേ കാരുണ്യ സിന്ധു. കാരണം എൻ്റെ മനസ്സ് ചഞ്ചലമാകാൻ ഇടണ്ട ഭഗവാനെ. അപ്പൊ അങ്ങ് അതിൻ്റെ ആ മനസ്സിൻ്റെ മുകളിൽ എപ്പോഴും തൃപ്പാദങ്ങളെ ഇങ്ങനെ അമർത്തി വെക്കുകയാണെങ്കിലോ എൻ്റെ മനസ്സ് ചഞ്ചലമാവില്ല. അപ്പം അത് അവിടെ തന്നെ സ്ഥിരമായി നിൽക്കും, അങ്ങിൽ സ്ഥിരമായി നിൽക്കും. അല്ലയോ ദയാസമുദ്രമായിട്ടുള്ള ഭഗവാനെ, നിശേഷതാപാൻ കൃത്വ, എല്ലാ സന്താപങ്ങളെയും നശിപ്പിച്ചിട്ട് പരമാനന്ദ സന്തോഷ ലക്ഷ്മിയും പ്രതിശതു, പരമാനന്ദ പ്രവാഹത്തിൻ്റെ സമൃദ്ധിയെ എനിക്ക് ധാരാളം ധാരാളം നൽകണമേ എന്നാണ് മേൽപ്പത്തൂര് പറയണത്. ഭക്തിസാന്ദ്രമായിട്ടുള്ള ഈ ശ്ലോകം ഭഗവാന്റെ തൃപ്പാദത്തിൻ്റെ ഉള്ളനടിയാണ് വർണ്ണിക്കുന്നത്. ഭഗവത് അവയവങ്ങളിൽ മഹായോഗികൾക്ക് അത്യന്തം പ്രിയങ്കരമായതും മോക്ഷപ്രാപ്തി നേടിയ ആത്മാക്കളുടെ നിവാസസ്ഥാനവുമായി വിലസുന്ന സകല അഭീഷ്ടപ്രദായകവുമായിട്ടുള്ള കൽപ്പവൃക്ഷ തളിരുകളായ ഈ തൃപ്പാദങ്ങളുടെ ഉള്ളങ്കാൽ എന്നും ഈ അഗതിയുടെ മനസ്സിൽ അമർത്തി വെച്ച് അനുഗ്രഹിക്കണേ എന്നാണ് മേൽപ്പത്തൂർ ഭഗവാനോട് പറയണത്. നമ്മളെല്ലാവരും അതന്നെയാണ് ഭഗവാനോട് പറയേണ്ടതും. അല്ലയോ ഗുരുവായൂരപ്പ ദയാസമുദ്രമായ ശ്രീകൃഷ്ണ ഭഗവാനെ, അങ്ങയുടെ തൃപ്പാദങ്ങൾക്ക് അധീനമാണ് എങ്കിൽ എൻ്റെ ചഞ്ചലമായ മനസ്സ് വീണ്ടും വിഷ സർപ്പങ്ങളുള്ള ഈ സംസാര സാഗരത്തിലേക്ക് പോകില്ലല്ലോ. കാരണം അതിനെ വീണ്ടും ഈ വിഷയങ്ങളാകുന്ന വിഷസർപ്പങ്ങൾ കടിച്ചാൽ വീണ്ടും ജന്മം മരണം എടുക്കേണ്ടി വരും. അപ്രകാരം ഈ ആശ്രിതന്റെ എല്ലാ സന്താപങ്ങളെയും നശിപ്പിച്ച്, അല്ലയോ ആശ്രിതവത്സലനായുള്ള ഗുരുവായൂരപ്പ, ഹേ ഭഗവാനെ, എൻ്റെ മനസ്സിൽ പരമാനന്ദം സമൃദ്ധമായി ചൊരിയണേ എന്നാണ് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുന്നത്. ഇനി നാരായണീയത്തിൻ്റെ ഒരു സമാപനം അല്ലെങ്കിൽ ഒരു ഭഗവാനോട് ആത്മനിവേദനം, തൻ്റെ എല്ലാ അപരാധങ്ങളും പൊറുക്കണേ എന്ന് എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ അവസാനത്തെ 11ാമത്തെ ശ്ലോകമാണ് ഇവിടെ ഭഗവാന് മേൽപ്പത്തൂര് കേൾപ്പിക്കുന്നത്. അജ്ഞാത്വാദേ മഹത്വം യതിക നിഗദിതം വിശ്വനാഥക്ഷമേധാ, സ്തോത്രം ചെയ്തൽ സഹസ്രോത്തരമധികതരം ത്വൽപ്രസാദായ ഭൂയാത്, ദ്വേദാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യതാ വർണ്ണനേന, ശ്രീദം ലീലാവതാരേ ഇദമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം. ഹേ വിശ്വനാഥ, എല്ലാ ലോകങ്ങളെയും രക്ഷിക്കുന്ന ഗുരുവായൂരപ്പ, എല്ലാ വിശ്വങ്ങൾക്കും നാഥനായവനെ, തേ മഹത്വം അജ്ഞാത്വ, അങ്ങയുടെ മഹാത്മ്യത്തിനെ ഈ അജ്ഞാനിക്ക് എന്തറിയാൻ പറ്റും ഭഗവാനെ? അങ്ങയുടെ മഹാത്മ്യത്തിന് വേണ്ടവണ്ണം ഒന്നും അറിയാണ്ടേ, ഇഹയത് നിഗദിതം, ഈ സ്തോത്രത്തിൽ ഞാൻ പറഞ്ഞതെല്ലാം എന്തെങ്കിലും ഇതിൽ അപരാധങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണേ, ക്ഷമേതാ, അങ്ങ് ക്ഷമിക്കണമേ, അങ്ങ് ദയാസമുദ്രമാണ് എന്ന് നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പം അപരാധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, അതിനെ അങ്ങ് പൊറുക്കണേ ഭഗവാനെ. സഹസ്രോത്തരം ഏത സ്തോത്രം ച അധികതരം ത്വൽപ്രസാദായ ഭൂയാത്. സഹസ്രോത്തരം എന്ന് പറഞ്ഞാൽ 1000-ലധികം, നമുക്കറിയാം അല്ലേ, 1000-ലധികം, ചിലതിലൊക്കെ 11, 12, 14 വരെ ശ്ലോകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം 1000-ലധികം ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സ്തോത്രം അധികതരം ത്വത്പ്രസാദായ, അങ്ങയുടെ ഏറ്റവും അധികം പ്രിയങ്കരമായതായി തീരണമേ. ഈ സ്തോത്രം ശരിയാണല്ലോ, നാരായണീയത്തിന് ഓരോ ദിവസം പ്രതി പറഞ്ഞത് ഇതിന് മഹത്വം കൂടിക്കൂടി പ്രിയം കൂടിക്കൂടി വരികയാണ്. അപ്പം ഈ സ്തോത്രം വളരെ അങ്ങക്ക് പ്രിയങ്കരമായി തീരണമേ. അങ്ങയുടെ പ്രസാദത്തിന്, അങ്ങയുടെ സന്തോഷത്തിന്, അങ്ങയുടെ തൃപ്തിക്ക് ഇത് അങ്ങനെ അങ്ങനെ ഇതിൽ തൃപ്തനാവണമേ എന്നാണ് മേൽപ്പത്തൂര് പറയണത്. ഭൂയാത് ദ്വേദ നാരായണീയം, ഇതെങ്ങനെയാണ്? നാരായണനെ സംബന്ധിച്ചതാണ്, നാരായണൻ നിർമ്മിച്ചതാണ്. അത് മാത്രമല്ല, അവിടെ നാരായണന്റെ മുമ്പ് തന്നെ ഇരുന്നിട്ട് സൃഷ്ടിച്ചതുമാണ് അല്ലേ, പ്രകടമാക്കിയതാണ്. അപ്പൊ ഇവിടെ രണ്ടേ പറഞ്ഞിട്ടുള്ളൂ. നാരായണനാൽ നാരായണനെ വർണ്ണിച്ചതാണ്. ഈ 2 പ്രകാരത്തിൽ നാരായണീയമായതും ശ്രുതിഷു ജനുഷാ സ്തുത്യതാ വർണ്ണനേന, വേദങ്ങളിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ജനുസ്സുകളെ കൊണ്ട്, ജനുസ് എന്ന് പറഞ്ഞാലോ അവതാരങ്ങളെ കൊണ്ട് സ്തുത്യതാവർണ്ണനേന, സ്തുതിക്കപ്പെടേണ്ടവനാണ് ഭഗവാൻ ഈശ്വരൻ എന്ന് വർണ്ണിച്ചിട്ടുള്ളതിനാൽ, ലീലാവതാരേ ശ്രീദം ച ഇതം ഇഹ
ഭഗവാന്റെ അവതാര ലീലാകഥകളാൽ ശ്രീതം വളരെ പരിപുഷ്ടമാക്കപ്പെട്ടതുമായിട്ടുള്ള ഈ ഇതം സ്തോത്രം, ഈ സ്തോത്രത്തിനെ എന്താകണം ഭഗവാനെ? ആയുരാരോഗ്യ സൗഖ്യം ഗുരുതാം. ഇതിനെ ആശ്രയിക്കുന്നവര്, ഇതിനെ പാരായണം ചെയ്യുന്നവര്, ഇത് ശ്രവിക്കുന്നവരെ, അനുമോദിക്കുന്നവര്, അവർക്ക് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സൗഖ്യവും അങ്ങ് പ്രദാനം ചെയ്യുമാറാവണേ എന്നാണ് മേൽപ്പത്തൂര് എല്ലാവർക്കും വേണ്ടിയിട്ട് ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത്. ഈ അന്തിമ ശ്ലോകം ഒരു ക്ഷമാപണം, ആത്മസമർപ്പണം എന്ന ഭാവത്തിലാണ് ഭട്ടതിരി അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അല്ലയോ ജഗദീശ്വര, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ മാഹാത്മ്യത്തിന്റെ ഒരു ചെറിയ അംശം പോലും അറിയാൻ സാധ്യമല്ലാത്ത ഈ അജ്ഞാനിയായ അടിയൻ 1000-ലധികം പദ്യങ്ങളാൽ ഈ സ്തോത്രത്തിൽ അങ്ങയെ സ്തുതിച്ചു എങ്കിലും ഇതിൽ വന്ന തെറ്റുകുറ്റങ്ങളെ ക്ഷമാശീലനായ അവിടുന്ന് ഈ അഗതിയിൽ ദയാപരവശനായിട്ട് പുറത്ത് അന്യാശ്രയമില്ലാത്ത ഇവനിൽ പ്രസാദിക്കണമേ. ഈ സ്തോത്രം അങ്ങേക്ക് അത്യന്തം പ്രിയങ്കരമായി ഭവിക്കണമേ. അവതാര ലീലകളെ കൊണ്ട് സ്തുതിക്കേണ്ടവനാണ് ഭഗവാൻ അഥവാ ഈശ്വരൻ എന്ന് വേദവും ഉദ്ഘോഷിച്ചിട്ടിരിക്കെ നാരായണനാൽ നാരായണ സന്നിധിയിലിരുന്ന് നാരായണന്റെ അവതാര ലീലകളെ ധാരാളമായി വർണ്ണിച്ചിരിക്കുന്ന ഈ സ്തോത്രം നാരായണീയം, പാടുന്നവർക്കും കേൾക്കുന്നവർക്കും അനുമോദിക്കുന്നവർക്കും എല്ലാവിധത്തിലും ആയുരാരോഗ്യ സൗഖ്യപ്രദായിനിയായി ഭവിക്കണേ എന്ന് അവിടുന്ന് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഭഗവാനെ, അവിടുന്ന് അനുഗ്രഹിക്കുമാറാവണേ എന്നാണ് മേൽപ്പത്തൂര് ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത്. അപ്പൊ ഈ സ്തോത്രത്തിനെ, നാരായണീയത്തിനെ ഭഗവത് സന്നിധിയിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി സമർപ്പിച്ചത് കൊല്ലവർഷം 762 വൃശ്ചികമാസം 28-ാം തീയതി ചോതിയും കൃഷ്ണപക്ഷ ദ്വാദശിയും കൂടി വന്ന പുണ്യദിനമായ ഞായറാഴ്ചയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.